ഇത് ആ കടന്ന് മരം കൊണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് അതിൻ്റെ പേര് ഹിസോഫിയ ജാവനിക്കാണ്. മലയാളത്തിൽ ചോരക്കാളെന്ന് പറയും. കേടുന്നുണ്ട്. ടൈഗർ ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന ആരാണോ അവരാ ടെറിട്ടറി ഏറ്റെടുക്കും. അതുകൊണ്ടുണ്ട്. അതായത് നമ്മളൊരു സ്ക്രാച്ച് മാർക്ക് ആകുമ്പോഴത്തേക്കും അവിടെ കടുവുണ്ടെന്ന് മനസ്സിലാവും. അതേസമയം വേറെ കടുവെന്ന് മനസ്സിലാവും. അവൻ ചെന്നിട്ട് അതിന് മേളിൽ മാർക്ക് ചെയ്യും. അതിന് ശേഷം ഉണ്ടല്ലോ ഈ കടുവ രണ്ടെണ്ണം കാണുമ്പോഴത്തേക്ക് ഫൈറ്റ് ചെയ്യും അവർ ടെറിട്ടറിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതേപോലെയാണ് ഈ ഫീമെയിൽ ബ്രീഡിങ് സമയത്തുണ്ടല്ലോ ഈ മെയിലിന് ഒരു ഫീമെയിൽസിനെ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇതിന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും എയറിൽ. നമുക്ക് സ്മെല്ലൊന്നും കിട്ടത്തില്ല, പക്ഷെ അതും ക്ലിയർ ആയിട്ട് കിട്ടും. അതിനുശേഷം ഈ വരുന്ന മെയിലും ഈ ഫീമെയിൽ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ സമയത്ത് ഒരു മെയിൽ കയറി വരുവാണെങ്കിൽ അതിന് പ്രസൻസ് കിട്ടും, എവിടെ ഒരു മെയിൽ ബ്രീഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം അതിനകത്ത് പോകുമ്പോൾ വേറെ മെയിലും കയറി വരുമ്പോൾ രണ്ട് ഫൈറ്റ് ചെയ്യും. ഫീമെയിലിന് ഇഷ്ടപ്പെടത്തില്ല. ഇത് രണ്ടുപേരും ഇട്ടിട്ട് ഭാഗത്തോട് കയറി. ഇവിടെ നമുക്ക് നിങ്ങൾ മംഗളാദേവി ക്ഷേത്രം കിട്ടുന്നുണ്ടോ? കണ്ടിട്ടുണ്ട്, മീൻസ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കന്ന് ഒരു അല്ല ഈ മാസം തന്നെ ഒരു 5-ാം തീയതി അവിടെ ക്ഷേത്ര ഉത്സവം കേട്ടോ. മംഗളാദേവി ചിത്രപൗർണമി ഉത്സവം കേട്ടിട്ടുള്ളൂ. അതിന് ആർക്ക് കയറി പോകാൻ പറ്റുന്ന നമുക്ക് ഓഫ് റോഡ് ജീപ്പ് സൗകര്യം നമുക്ക് നടന്നു പോകാം. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്താഴ്ച വെച്ച് നമ്മുടെ ഒരു ഫോറസ്റ്റിൻ്റെ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമുക്കൊരു കടുവ കുട്ടി കിട്ടിയിരുന്നു. പക്ഷേ കടുവ കുട്ടി നേരെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അകത്ത് തോന്നുമ്പോൾ ആൾക്കാരിലേക്ക് ഇറങ്ങി ഓടി. എന്താ പറയുക, അതിൻ്റെ അമ്പതിനും കൂടെ കണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് സംഭവിച്ചില്ല. അല്ല, അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായതുകൊണ്ട് എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഒരു കണ്ണിന് കാഴ്ചപൂർവ്വം കാലിന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് നടക്കാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ കടുവകൾ എപ്പം ചൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രോങ്സ്റ്റ് ആയ ഒരു കടുവ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും ചികിത്സ നോക്കിയപ്പോഴത്തേക്കും ഒരു കണ്ണിന് കാഴ്ചയില്ല, കാലും പോയി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3-4 വയസ്സാണ്. അതിന് പേര് വന്നിട്ട് ഫീമെയിൽ ടൈഗറാണ്. അതിൻ്റെ പേര് മംഗള. മംഗളാന്നല്ലേ എന്ന് വെച്ചാൽ ആ മംഗളാദേവി ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് ഈ നമ്മുടെ ഫോറസ്റ്റിൻ്റെ സ്പോട്ട് ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ടെമ്പിളിൻ്റെ ദേവിയുടെ പേര് തന്നെ അവിടെ നിന്നിട്ട് മംഗള. അതിപ്പോൾ എവിടെയുള്ളത്? അതിപ്പോൾ അവിടെ തന്നെയാണ്, സുരക്ഷിതരുടെ കൂടിനകത്ത് തന്നെയുണ്ട്. എന്ന് വെച്ചാൽ തുറന്നു വിടാൻ പറ്റത്തില്ല. തുറന്നു വിട്ടാലും അത് സവാവി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് അത് എത്രത്തോളം സക്സസ് ആവും, നമ്മൾ കണ്ടു ചെയ്യാൻ പറ്റത്തില്ല, എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ഫീമെയിൽസ് വന്നിട്ട് അറ്റാക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിനെ കൊണ്ടുപോയിട്ട് വരുന്നത് ഇതിനെയൊക്കെ ആയപ്പോൾ തന്നെ ആ കൂടിന് പത്രത്ത് ആമ്പിള്ളേർ അങ്ങോട്ട് പുറത്തുണ്ട്. പിന്നെ അവർ മനസ്സിലാക്കി ക്യാമറ വരുന്നുണ്ട്. ബ്രീഡിങ് കൊണ്ട് പുറത്തു വരുത്തുള്ളൂ. അതിനകത്ത് കാണിച്ചാൽ മതിയല്ലോ. എവിടെയാണ് നിൽക്കുന്നത്?
നീ ഒന്നാലോ ഷോൾഡറിന് 2 മടങ്ങ് ഹൈറ്റാണ്. ചാൻസ് ഉണ്ട്, പക്ഷേ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഫീമെയിൽസാണ് ഏറ്റവും ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് എടുക്കുന്നതും എല്ലാം കൂടി ചെയ്ത് ഫീമെയിൽസാണ്. അപ്പോൾ അതങ്ങ് നോക്കുവാണെങ്കിൽ ഇപ്പം
ഒരു ആന മരിച്ചു പോയി കഴിഞ്ഞാൽ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീമെയിൽസ് വേറെ ഫീമെയിൽ നിന്ന് അഡോപ്ഷൻ ചെയ്യും, ദത്തെടുക്കും. പിന്നെ അവർ പിന്നെ പാല് കൊടുത്തെല്ലാം വളർത്തി അവർ എടുക്കുക. അതുകൊണ്ടാണ് ആന ചത്തുപോയി കിടുമ്പോൾ എല്ലാ ആനയും കൂട്ടം കൂടി നിൽക്കുന്നത്. സർപ്പം അല്ലേ? പാമ്പ് മരം. നേരെ നിൽക്കുന്ന പുറത്തറത്തിന് അത് ഈ പറഞ്ഞ മരം ഉണ്ടല്ലോ, അതിവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ സ്പോട്ട് പറഞ്ഞാൽ എളുപ്പമുണ്ടെങ്കിൽ ആ പാവം മരത്തിനടുത്തെന്ന് പറയാം. ഇല്ലെങ്കിൽ അതാ ഈ മരത്തിനായി ഇവിടെ ഒത്തിരി മരങ്ങളുണ്ടല്ലോ. പതിവിക്കായിട്ട് പറയുമ്പോൾ ഈ മരത്തിൽ അതിനൊക്കെ വീട്ടിൽ പേര് ഡാഡി ആന വരയ്ക്കണോ? ആ ആന വരയ്ക്കുന്നു. എവിടെ കുറച്ചാ ഞാൻ കണ്ടില്ല. ഇത് ഈ മരം കണ്ടോ, വലുത് അത് ഈ കാണുന്ന വലിയ മരം എൻ്റെ വീട് എന്തോ ഒരു പക്ഷിയുടെ ഒരേ സമയത്ത് ഒത്തിരി കൂട് വെച്ചിട്ട് എന്തിനാ വെക്കുന്ന അറിയോ? ഇല്ല. അതായത് ഇവരുടെ കുട്ടികളെ ഈഗിൾസ് പിടിച്ചോണ്ട് പോകും. ഇവരെ കൺഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി കൂടുതൽ വെക്കുന്നത്. ഇത് മാറ്റും, ഓരോ സമയത്ത് വരാൻ നിർത്തി മാറ്റും കൂടും. പെട്ടെന്ന് എണ്ണിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവർ ഒത്തിരി സ്ഥലത്ത് കൂട് മാറ്റും. അതേപോലെയാണ് നമ്മൾ ഈ കരിമരങ്ങില്ലേ, അവർ ഒരേ സ്ഥലത്ത് തന്നെ ഈ കൂട് വെക്കത്തില്ല. കൂടെ ഒരു ഗ്രൂപ്പ് നടക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നടക്കും. വെച്ചാൽ കരിമ്പുലികളൊന്നും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഏറ്റവും കൂടുതൽ. ഇവിടെ കരിമ്പുലി ഉണ്ട്, നമ്മുടെ പുള്ളിപ്പുലി ഉണ്ട്. പുള്ളിപ്പുലി വരല് കയറും, കരിമ്പുലി കയറും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ കരിമ്പുലിക്ക് മാത്രമേ ഈ അവരുടെ നഖങ്ങളുണ്ടല്ലോ, അത് പുറത്തോട്ടേ നിൽക്കത്തുള്ളൂ. ലീച്ച ഉണ്ടോ? കത്തി വരുവാണ് ഇതിൻ്റെ
ഇതെന്നാ പറയാ വലിയ അതും അല്ലല്ല ഞാൻ